നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്തതും നമ്മുടെ മാംസക്കണ്ണുകൾക്ക് അളന്നു കുറിക്കുവാൻ കഴിയാത്തതുമായ ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ആത്മീയ പോരാട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് ഇത് എന്നുള്ളത് കൊണ്ട് അതെല്ലാ വശങ്ങളും പൂർണ്ണമായി ഗ്രഹിച്ചു തീർക്കുവാൻ പരിമിതമായ സമയം കൊണ്ട് നമുക്ക് സാധ്യമല്ല. ദൃശ്യമായി കാണുന്നതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അദൃശ്യമായത് യാഥാർത്ഥ്യമല്ല. നഗ്ന നേത്രങ്ങൾക്ക് വിഷയീഭവിക്കാത്തതിന് നിലനിൽപ്പില്ല എന്ന് പഠിപ്പിക്കുന്നവരുടെ നടുവിൽ പൗലോസിനോട് ചേർന്ന് ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്ന ലോകമാണോ വലുത്, കാണാത്ത ലോകമാണോ വലുത്? ഒറ്റ ഉത്തരം, കാണാത്ത ലോകമാണ് വലുത്. നമുക്കറിയാം, നക്ഷത്രങ്ങളെ സംബന്ധിച്ചും നെബുലകളെ കുറിച്ചും ഗാലക്സികളെ കുറിച്ചും ഒക്കെയുള്ള അറിവ് ഇന്നും ശാസ്ത്രത്തിന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നിരിക്കുന്നത് റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അങ്ങാടി പഞ്ചായത്തുണ്ട്, പഴവങ്ങാടി പഞ്ചായത്തുണ്ട്. 2 പഞ്ചായത്തുകൾ ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഈ പഞ്ചായത്തുകളിൽ ഒന്നിൽ ഞാനിരുന്ന് ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പഞ്ചായത്തുകൾ ചേരുന്നതാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്റ്റ്. ഇത്തരം എത്ര ഡിസ്ട്രിക്റ്റുകൾ ചേർന്നതാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. എത്ര സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ മഹാരാജ്യം എന്നറിയപ്പെടുന്നത്. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ടു വിരിച്ച ഈ ഭൂമി എത്രയോ രാജ്യങ്ങൾ ചേർന്നതാണ്. ഇതിന്റെ ഏറ്റവും മറുവശത്തുള്ള ഒരു രാജ്യത്ത് എന്റെ പ്രിയപ്പെട്ടവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയുടെ വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഭൂഖണ്ഡങ്ങളുടെ വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലം എത്ര ചെറുതാണ്. ഇനിയും ഈ ഭൂമിയെ പോലെ എത്ര ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൗരയൂഥം. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന 6,000 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ ഈ സൂര്യൻ, ഇതിന്റെ ഗ്രഹങ്ങൾ, ഇനിയും ഇതിന്റെ അടുക്കൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ, സൂര്യന്മാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലം എത്ര ചെറുതാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ നാം കാണുന്നതല്ല വലുത്, നാം കാണാത്തതാണ് വലുത് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ പൗലോസിനോട് ചേർന്ന് നമുക്കും ഇന്ന് രാവിലെ യാത്രയിൽ പറയാൻ കഴിയണം, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്ന ലോകത്തിലെ ദൃശ്യ ഘടനകളല്ല, കാണാത്ത ലോകത്തിലെ അദൃശ്യ സംവിധാനങ്ങളാണ് നമ്മുടെ ജീവന്റെ പോലും ആധാരമായിരിക്കുന്നത്. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധാനന്തരം ശാസ്ത്രം വളരെ പുരോഗമിച്ചു. മനുഷ്യന്റെ ആരോഗ്യം, ആയുസ് ഇത് വർദ്ധിപ്പിക്കുവാൻ ശാസ്ത്രീയ സംഭാവനകൾ ഉപകരിച്ചിട്ടുണ്ട്. നമ്മുടെ രക്തത്തിൽ പ്രവർത്തിക്കുന്ന വൈറസുകളെ കുറിച്ച്, അതിന്റെ മാരക വിപത്തുകളെ കുറിച്ചുള്ള പഠനം വളരെ പുരോഗമിച്ചു. അതിന്റെ പരിണിത ഫലമായി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രോഗത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആ വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു തരം പ്രവർത്തനം രക്തത്തിൽ തന്നെ പ്രതിരോധ നിര തീർത്തെങ്കിൽ മാത്രമേ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നാം കാണാത്ത രക്തധമനികൾക്കകത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ ഏറ്റുമുട്ടുവാൻ ആന്റിബയോട്ടിക്കുകൾ ക്രമീകരിച്ച് പല രോഗങ്ങളെയും ചെറുത്തു നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാണുന്ന മേഖലയിലല്ല നിലനിൽക്കുന്നത്, കാണാത്ത മേഖലയിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കാണുന്നതല്ല സത്യം, കാണാത്ത ഒരു മേഖല ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴാണ് ഒരു ദൈവ പൈതൽ ഗ്രഹിക്കേണ്ടത് ആത്മീയ പോരാട്ടത്തിന്റെ ആഴം. ഈ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിപ്രധാനമായി ഒന്നാമത് ഗ്രഹിക്കേണ്ടത് ആത്മലോകം എന്ന സബ്ജക്റ്റാണ്. രണ്ടാമത് ആത്മാക്കൾ, അവകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. മൂന്നാമത് ആത്മീയ പോരാട്ടത്തിൽ യുദ്ധത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണ് എന്നതാണ്. ഇവന്റെ അന്ത്യവിധി പോലും, നമ്മുടെ പ്രതിയോഗിയുടെ അന്ത്യവിധി പോലും നേരത്തെ പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അന്തിമ വിജയം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ വിജയമാണ്. അന്തിമ വിജയത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് തന്നെ വരാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ എനിക്ക് മകനുമായിരിക്കും. നമുക്ക് കൈവരാൻ തുടങ്ങുന്ന അവകാശത്തിന്റെ വലിപ്പം വാക്കുകൾക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നതല്ല. അത്ര വലിയ അവകാശമാണ്. അത് ഞാൻ അവസാനത്തെ സമയം വിശകലനം ചെയ്യാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്നതും നാം ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു വിഷയമാണ് ജയാളിയാകുക, ജയാളിയാകുക, ജയിക്കുന്നവനാകുക. അപ്പൊ പോരാട്ടം വ്യക്തമാണ്, പോരാട്ടം യാഥാർത്ഥ്യമാണ്. ഈ ആത്മലോകം സത്യമാണോ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഓടിച്ച് ചിന്തിക്കുകയുണ്ടായി. ആത്മലോകം, ദൃശ്യലോകത്തിൽ നാം കാണുന്ന ദൃശ്യമായ വസ്തുക്കളും ദൃശ്യജീവികളും ഉള്ളതുപോലെ തന്നെ ആത്മലോകത്തിൽ ആത്മ ആളത്വങ്ങളും ആത്മവ്യക്തിത്വങ്ങളും ഉണ്ട്. വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പൊതുവെ അറിയാവുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, പത്രോസിന്റെ 2-ാം ലേഖനം അത് 2-ന്റെ 4-ാമത്തെ വാക്യം, ഇവയൊക്കെ നമുക്ക് ബോധ്യമാക്കി തരുന്ന കാര്യങ്ങൾ പഠിച്ചാൽ സറാഫുകൾ, കെരൂബുകൾ, ദൂതന്മാർ, അധികാരസ്ഥന്മാർ, അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, കർത്തൃത്വങ്ങൾ, തടവിലുള്ള ആത്മാക്കൾ, ഭൂതാത്മാക്കൾ, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-1 പറയുമ്പോൾ ഭൂതാത്മാക്കൾ, വ്യാജാത്മാക്കൾ, ഇങ്ങനെയുള്ള ആത്മലോകത്തിന്റെ ചിത്രം ഗ്രഹിക്കാൻ നമ്മുടെ മസ്തിഷ്കജന്യമായ കഴിവ് പോരാ. അത്ര വിപുലമാണിത്. എബ്രായർ 12-ന്റെ 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അനേകായിരം ദൂതന്മാരുടെ സർവസംഘം. നമുക്കറിയാം, ബലവും ശക്തിയുമേറിയ ദൂതന്മാർ 1,85,000 ഒറ്റ രാത്രി കൊണ്ട് വെട്ടിയിടുവാൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയ ഒറ്റ ദൈവത്തിന്റെ ദൂതൻ, നമ്മുടെ കാവൽ മാലാഖമാർ. എബ്രായ ലേഖനം 1-ന്റെ 13 നാം വായിക്കുന്നു, ഇവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അങ്ങനെയെങ്കിൽ അല്പ മിനിറ്റ് ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. എന്താ ആത്മലോകം? ശരിക്കും
അത് കാണാൻ കണ്ണ് തുറക്കപ്പെടാത്തത് തന്നെ ഭാഗ്യം. അത്ര വിപുലമായ ആത്മലോകത്തെ കുറിച്ച് പൊതുവിൽ വിലയിരുത്തുമ്പോൾ 3 പ്രധാനപ്പെട്ട ലീഡേഴ്സ് നമുക്ക് അവിടെ കാണാം. ഒന്നാമത്തെ ലീഡർ, അതെ, മിഖായേൽ. നമുക്ക് അത് നോട്ട് ചെയ്യാമെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്ന് മിഖായേൽ, മറ്റൊന്ന് ഗബ്രിയേൽ, വേറൊന്ന് ലൂസിഫർ. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കാറില്ല. എന്നാൽ 3ാമത്തെ പേര് സാധാരണ കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഴയ പെട്രോൾ മാക്സിന്റെ ചുവട്ടിലെ മൊന്തയിൽ മുഖം നോക്കുന്നത് പോലെയാണ് ഇന്നത്തെ ആത്മീയത എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, ഈ പ്രയോഗങ്ങൾ ആവർത്തിച്ചുപയോഗിച്ച് അതിനു മുൻപിൽ നമുക്ക് നൽകുന്ന ദൈവിക സുരക്ഷിതത്വത്തിന്റെ ബോധ്യം തള്ളിക്കളയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത ഓർക്കുക. നിലവിലുള്ള പോരാട്ടം എത്ര പ്രബലമാണെങ്കിലും അതിനു മുൻപിൽ നമ്മുടെ കാവൽ മാലാഖമാരുടെ ശക്തി തിരിച്ചറിയാൻ നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. മഹാദൈവത്തിന്റെ കരുതലിന് നമുക്ക് നന്ദി കരേറ്റാൻ കഴിയും. അപ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഈ ആത്മലോകം, സറാഫുകൾ, കെരൂബുകൾ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, തടവിലുള്ള ആത്മാക്കൾ, യൂഫ്രട്ടീസ് മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടദൂതന്മാർ, ഇവയെല്ലാം അതിവിപുലമാണ്. എന്നാൽ ഇതിന് നടുവിൽ 3 പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഒന്നാമത്തെ ലീഡറാണ് മിഖായേൽ. മിഖായേലിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ യുദ്ധത്തിന്റെ ദൂതനാണ്. നമുക്ക് തിരുവഴുത്തിൽ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആവർത്തിച്ചും മിഖായേലിനെ കുറിച്ചുള്ള പരാമർശനം കാണാം. 10-ന്റെ 13-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചത്. ദാനിയേൽ പ്രവചനം 10-ന്റെ 13-ാമത്തെ വാക്യം. അതിന്റെ 21-ഉം 12-ന്റെ 1-ഉം ചേർത്ത് വായിക്കണം. മിഖായേൽ അതൊരു യാഥാർത്ഥ്യമാണോ അതോ സങ്കല്പമാണോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശനമുണ്ട്. വായിച്ചട്ടെ. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാർ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. നമ്മൾ ഗ്രഹിക്കണം, പൈശാചിക ശക്തികൾക്ക് ഭരണത്തെ നിയന്ത്രിക്കുവാൻ രാഷ്ട്രതന്ത്ര ശേഷിയുള്ള സാത്താന്യ പ്രതിനിധികളെ സാത്താൻ അതാത് മേഖലകളുടെ മുകളിൽ അപ്പോയിന്റ് ചെയ്യും എന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു. അപ്പോൾ നമുക്ക് കാവൽ മാലാഖമാരുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, പാർസി ദേശത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എന്നാൽ പ്രധാന പ്രഭുക്കന്മാർ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലെ ഈ ആത്മീക പോരാട്ടത്തിൽ, ഈ സ്പിരിച്വൽ വാർഫെയറിൽ, ആത്മലോകത്തിൽ ശത്രുവിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരിൽ പ്രധാനിയും യുദ്ധമേഖല കൈകാര്യം ചെയ്യുന്ന ഗബ്രിയേൽ എഴുന്നേൽക്കുകയാണ്, മിഖായേൽ എഴുന്നേൽക്കുകയാണ്. ഈ മിഖായേലിനെ കുറിച്ച് 12-ന്റെ 1-ൽ വായിക്കുന്നത് ഒന്ന് വായിച്ചു വിട്ടാട്ടെ. 12-ന്റെ 1-ൽ എന്താ വായിക്കുന്നത്? ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. എത്ര ഭയങ്കരമാണ്! ദൂതന്റെ ശക്തിയും മനുഷ്യ ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവന്റെ അന്ത്യം നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. പൈശാചിക ശക്തികളുടെ അന്ത്യം നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. വേദപുസ്തകം വായിച്ചാൽ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ദൈവത്തിന്റെ പദ്ധതി ഒരു പരാജയമെന്ന് തോന്നും. എന്നാൽ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി ഒരു വിജയമെന്ന് ഉറപ്പാകും.
ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ പേജുകളിൽ സാത്താന്റെ പദ്ധതി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ പേജുകളിൽ ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു എന്നാ തോന്നുന്നത്. ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു, സാത്താന്റെ പദ്ധതി വിജയിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, അവസാനം വരുമ്പോൾ മനസ്സിലാകും ദൈവത്തിന്റെ പദ്ധതിയെ വിജയിക്കൂ, സാത്താന്റെ പദ്ധതി വിജയിക്കില്ല. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിലും ആദ്യം ദൈവത്തിന്റെ പദ്ധതി തോറ്റു എന്നേ തോന്നൂ. എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിലെത്തുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ ജയിക്കൂ, സാത്താന്റെ പദ്ധതി പൂർണ്ണമായി പരാജയപ്പെടും. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ ദൂതന്മാർ ഒരു ദിവസം സാത്താന്യ ശക്തികളെ മുഴുവൻ ബന്ധിക്കും. അതും ഒറ്റ ദൂതൻ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അഗാധത്തിന്റെ താക്കോൽ വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചിരിക്കുന്നു. സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടി ബന്ധിക്കുകയാണ്. 2 കൈയും ദൂതന്റേത് വേണ്ട, ഒറ്റ കൈ മതി ഈ പൈശാചിക ശക്തികളെ മുഴുവൻ ബന്ധിക്കാൻ. തിരിച്ചറിയണം, ഓർഡർ കൊണ്ടുവരുന്ന ശിപായി എത്ര ബലഹീനനാണെങ്കിലും ഓർഡറിന്റെ പുറകിൽ നിൽക്കുന്ന അധികാര സ്ഥാനമാണ് വലുത്. അങ്ങനെയാണെങ്കിൽ എത്ര വൻപരാണെങ്കിലും സ്വർഗത്തിന്റെ കോടതിയുടെ ഓർഡർ കൈകളിൽ ഉണ്ടെങ്കിൽ ഇവനെ ബന്ധിക്കാനുള്ള അധികാരം ഇതാ ഒരു ഭക്തന്റെ പുറകിലും ഉയർന്നു നിൽക്കുന്നു. ആത്മലോകം യാഥാർത്ഥ്യമാണ്. നമ്മുടെ കാവൽ മാലാഖമാരുടെ ശക്തി പ്രബലമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മഹാസർപ്പം അവന്റെ ദാസിതനാക്കാൻ, ഇന്നത്തെ അവന്റെ സ്ഥാനത്ത് നിന്നും അവനെ പുറത്താക്കാൻ ദൈവത്തിന്റെ പ്രധാന ദൂതനായ യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും എന്നാണ് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നത്. തീർന്നില്ല. മോശയുടെ ശരീരത്തെ കുറിച്ച് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ യൂദയുടെ ലേഖനം നമുക്ക് അറിവ് തരികയാണ്. ഒരു ദൂഷണ വിധി ഉച്ചരിക്കാതെ ആ ദൈവത്തിന്റെ ദൂതനായ മിഖായേൽ യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറയുന്ന രംഗം പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് മിഖായേലിന്റെ പ്രവർത്തനം. എന്തിന്? നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് നാം ഈ തലമുറയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷയിൽ വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്നും ഭക്തന്മാർ ഉയർത്തു വരുമ്പോൾ ഇതേ പോരാട്ടം നടക്കും. അതുകൊണ്ട് തന്നെ നാം സ്ഥിരമായി കേൾക്കുന്ന ആവർത്തിക്കുന്ന വാക്യം, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും. അങ്ങനെയാണെങ്കിൽ അതേ പ്രധാന ദൂതന്റെ ശബ്ദം അന്ന് മുഴങ്ങാൻ തുടങ്ങുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, കോടി 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 ദൂത സഞ്ചയങ്ങളിൽ യുദ്ധമേഖല കൈകാര്യം ചെയ്യുന്ന പ്രധാന ദൂതനായി മിഖായേൽ ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. അടുത്ത പ്രയോഗം നാം ശ്രദ്ധിക്കണം, ഗബ്രിയേൽ. അത് വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യം, അതിന്റെ 9-ന്റെ 21-ാമത്തെ വാക്യം, ഗബ്രിയേലിന്റെ ഇടപെടൽ പ്രത്യേകം കാണാം. നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ദൈവത്തിന്റെ ദൂതുവാഹിയാണ്. അതിന്റെ പുറകിലും അദൃശ്യമായ ആത്മഗണങ്ങൾ നിരവധിയുണ്ട്. 8-ാം അധ്യായത്തിൽ ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ ദർശനത്തിന്റെ മുൻപിൽ ദാനിയേൽ ചഞ്ചലചിത്തനായിരിക്കുമ്പോൾ ഗബ്രിയേലെ ഇവന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടത്തിന്റെ കണക്കാണ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ,
നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ദിവ്യ കാര്യപരിപാടികൾ ദൈവത്തിന്റെ ദാസനെ അറിയിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ 70 വീക്കിനെ കുറിച്ചുള്ള കണക്ക് ഗബ്രിയേൽ മുഖാന്തരമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ 1 മിഖായേൽ യുദ്ധദൂതൻ, 2 ഗബ്രിയേൽ സന്ദേശവാഹകൻ, ഇനിയും 3-ാമത്തെ പ്രയോഗം ലൂസിഫർ. നമുക്ക് ലൂസിഫറിനെ കുറിച്ച് കാണാൻ കഴിയുന്ന ഭാഗങ്ങൾ തിരുവഴുത്തിൽ ആവർത്തിച്ചു പറയുന്നെങ്കിലും അത് ലൂസിഫർ എന്ന് നേരിട്ട് കൊടുത്തിട്ടില്ല. അരുണോദയ പുത്രനായ ശുക്ര എന്ന വാക്കിന്റെ ലത്തീൻ പ്രയോഗമാണ് ലൂസിഫർ എന്ന പ്രയോഗം. നിരവധി പേരുകളിൽ ഇവൻ അറിയപ്പെടുകയാണ്. ഇവൻ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ വർത്തിക്കുന്നു. ഇവന്റെ ഉത്ഭവം എവിടെയാണ്? താമ്രമണി, പീതരക്തം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം എന്നിത്യാദി രത്നങ്ങൾ പൊതിഞ്ഞ ദൈവത്തിന്റെ കെരൂബ് വർഗത്തിൽപ്പെട്ട ആത്മലോകത്തിലെ ഒരു അതികായകനായിരുന്നു ലൂസിഫർ. അവൻ ചിറക് വിടർത്തി മറയ്ക്കുന്നത് കെരൂബായിരുന്നു. അവൻ അഗ്നിമയ രത്നങ്ങളുടെ മീതെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യകുലത്തിന് വീഴ്ച പറ്റും മുൻപുള്ള ദൈവത്തിന്റെ സൃഷ്ടി സംവിധാനത്തിലെ ആദ്യത്തെ സൃഷ്ടിയായ അരുണ ഉദയപുത്രൻ എന്ന് പറയുമ്പോൾ ഉദയത്തിന്റെ പുത്രൻ അർത്ഥാൽ ആദ്യത്തെ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വിശിഷ്ട ദൂതൻ ദൈവസിംഹാസനത്തിലേക്ക് പറന്നു കയറാൻ കൊതിച്ചിട്ട് ഷെക്കൈനയുടെ വെട്ടേറ്റ് താഴേക്ക് നിലം പതിച്ചതാണ് ജഡരഹിതരായ ഈ ആത്മാക്കളുടെ പ്രധാന പ്രവൃത്തി തുടക്കം കുറിച്ചത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർത്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ വസിച്ച് മൃഗശരീരത്തിൽ വസിച്ച് പുറം ലോകത്തെ ആസ്വദിക്കാൻ കൊതിക്കുന്ന ജഡരഹിതരായ ആത്മാക്കൾ ഈ ഭൂമിയിൽ പാർക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചു. നമുക്കറിയണം, ചില ആളുകൾക്ക് സാത്താന്റെ പ്രവർത്തികളെ അങ്ങേയറ്റം നിഷേധിക്കുകയാണ് ഇഷ്ടം. പിന്നെ പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാണല്ലോ കള്ളൻ ഒത്തിരി സന്തോഷം. ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പുമായി നടക്കുന്ന പല ആത്മീയതയുടെ മുഖം മൂടിയിട്ടവർക്കും സാത്താനെ നിഷേധിക്കുന്നതിന്റെ പ്രധാന കാരണം അവന്റെ ഭാഗമാണെന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവനെ സംബന്ധിച്ചുള്ള ബൈബിൾ പ്രയോഗം ഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള കെരൂബ് വർഗത്തിൽപ്പെട്ട ദൂതന്മാർ വീഴ്ച പറ്റിയപ്പോൾ സാത്താന്യ ശക്തിയായി രൂപപ്പെട്ട രംഗം, ആ തിരുവഴുത്തിന്റെ പശ്ചാത്തലം ഏതാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ തിരിച്ചറിയേണ്ട നമുക്ക് ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. 1 പത്രോസ് 5:3 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് തന്നെ വെളിപ്പാട് 20:1 വാക്യം കൂടെ പഠിക്കണം. ഇത് ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയുന്നത്. ആത്മലോകം സത്യമാണ്. ദൈവത്തിന്റെ ആത്മലോകത്തിലെ അതികായകന്മാരുണ്ട്. അതിൽ യുദ്ധദൂതൻ മിഖായേലാണ്, സന്ദേശവാഹകൻ ഗബ്രിയേലാണ്, അതിന്റെ പുറകിൽ ആജ്ഞാനുവർത്തികളായ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. ഇതിൽ വീഴ്ച ഭവിച്ച ദൂതൻ ലൂസിഫറാണ്. അവന്റെ അനുയായികൾ പ്രബലമാണ്. 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുകൊണ്ട് എഫേസ്യർ 6:12 മുതൽ വായിക്കുമ്പോൾ പ്രകൃതിയുടെ പ്രത്യേക തലത്തിൽ അധികാരം അവരോഹണ ക്രമത്തിൽ പങ്കുവച്ച് സുസജ്ജമായ ഒരു ഭരണകൂടമായി ഇവൻ നിലകൊള്ളുകയാണ്. ഞാൻ ആ വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ചാണ്. അധികാരം ആരോഹണ ക്രമത്തിൽ പങ്കുവച്ച് എന്ന് പറഞ്ഞാൽ വാഴ്ചകൾ, അധികാരങ്ങൾ, അത് അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മസേനകൾ, ആന, കുതിര, തേരി, കാലാൾ, ഇങ്ങനെ ചതുരംഗപ്പടയുള്ളത് പോലെ അവരുടെ അധികാരം
പ്രത്യേകം വിഭജിക്കപ്പെട്ട് താഴത്തെ മേഖല മുതൽ ഒരു സുസജ്ജമായ ഭരണകൂടം ആത്മലോകത്തിൽ സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരരഹിതരായ ഈ ആത്മാക്കൾ നാട്ടിൽ പാർക്കുന്നുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. പിന്നെ ഭൂതലോകത്തെ കണ്ട് കൂടുതലൊന്നും പഠിക്കാനില്ലേലും അവരുടെ ഐക്യതയൊന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഒന്നുകിൽ മനുഷ്യ ശരീരം, അല്ലെങ്കിൽ മൃഗശരീരം. പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുന്ന സമയം ഒരു മനുഷ്യ ശരീരത്തിൽ അവൻ കുടിയിരിക്കുകയാണ്. അപ്പോ 6000 ദുർഭൂതങ്ങൾ ഒരുവരിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. 6000 ദുർഭൂതങ്ങൾ. ഓർക്കുക, എത്ര നാളായി കയറി കൂടിയിരിക്കുന്നു? വർഷങ്ങൾ ഒത്തിരിയായി. എന്നാൽ ഇന്ന് വരെ ആഭ്യന്തര ഭിന്നത കൊണ്ട് കലഹിച്ചിട്ടില്ല. ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. ആരാ സംസാരിക്കുന്നത്? ലീഡറാണ്. അപ്പൊ നേതാവ് പറയുന്നത് കേട്ട് നീ പന്നിക്കൂട്ടത്തിൽ പൊക്കോളാം, ഞങ്ങൾ കോഴിക്കൂട്ടത്തിൽ പൊക്കോളാം എന്നൊന്നും പറയാതെ ഒറ്റക്കെട്ടായി കടുന്തൂക്കോടെ കടലിൽ ചാടാനാണെങ്കിലും ഒരിക്കലും തകർക്കാൻ കഴിയാത്ത അഭിഭാജ്യമായ ഐക്യതയാണ് ഈ ഭൂതസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത്. 6000 വിശ്വാസികൾ ഒരു പാസ്റ്ററുടെ കീഴിൽ എത്ര നാൾ നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓർക്കുക, അങ്ങനെയെങ്കിൽ ഇവർക്ക് അസാധാരണ ഐക്യതയാണ്. ഒന്നുകിൽ മനുഷ്യ ശരീരം, അല്ലെങ്കിൽ മൃഗശരീരം. പുറം ലോകത്തെ ആസ്വദിക്കാൻ അവർ കൊതിച്ചുകൊണ്ട് മനുഷ്യ ശരീരം പാർപ്പിടമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ഇവരെ കുറിച്ച് ഗ്രഹിക്കേണ്ട ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നാം വായിക്കാൻ തുടങ്ങുന്നത്. 5-ന്റെ 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിക്കുക. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ശബ്ദം ഉയർത്തി പറയണം. അലറുന്നു എന്ന് പറയാമോ? അലറുന്നു, നടക്കുന്നു. അലറുന്നു, നടക്കുന്നു, പാർക്കാൻ കൊതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ ചങ്ങലയ്ക്കിട്ടു. അങ്ങനെയാണെങ്കിൽ പാർക്കാൻ കൊതിക്കുന്നു ശരീരത്തിൽ. അവൻ അലറുന്നു, അവൻ നടക്കുന്നു, അവൻ ചങ്ങലയ്ക്കിടപ്പെടുന്നു. ഒന്നുകൂടെ വിഷയത്തെ ഒന്ന് ഗ്രഹിക്കുന്നതിന് നമ്മുടെ ഉള്ളിലോട്ട് അതൊന്ന് കയറണം. ഒന്ന്, പാർക്കാൻ കൊതിക്കുന്നു. ശരീരം വീടായി പാർക്കാൻ കൊതിക്കുന്നു. അവൻ അലറുന്നു, അവൻ നടക്കുന്നു, അവൻ ചങ്ങലയ്ക്കിടപ്പെടുന്നു. ഞാൻ ചോദിക്കുന്നു, ഇത് ശക്തിയോ ഇത് വ്യക്തിയോ? ഇത് ആരാണ്? ഇത് ശക്തിയാണോ ഇത് വ്യക്തിയാണോ? വൈറസ് അല്ലിത്. നമുക്കറിയാം, ക്യാൻസറിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അണുക്കളുണ്ട്, എയ്ഡ്സിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അണുക്കളുണ്ട്, ക്യാൻസറിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അണുപ്രവർത്തനങ്ങളുണ്ട്. ക്യാൻസർ അലറുന്നു പറയില്ല, എയ്ഡ്സ് അലറുന്നു പറയില്ല, എയ്ഡ്സിനെ ചങ്ങലക്കിടുന്നു പറയില്ല, എയ്ഡ്സ് നടക്കുന്നു പറയില്ല. ക്യാൻസർ അലറുന്നു എന്ന് പറയാതെ അത് രക്തത്തിൽ പ്രവർത്തിക്കുന്ന ആ അണുക്കളുടെ പ്രവർത്തനത്തെ നാം തിരിച്ചറിയുമ്പോൾ ഇവിടെ ഒരു ശക്തിയല്ല, ഇത് ഒരു വ്യക്തിയാണ്. സുസജ്ജമായ ഭരണകൂടത്തിൽ അനുയായികളാണ്. അവൻ അലറുകയാണ്, അവൻ നടക്കുകയാണ്. ഒടുവിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ചങ്ങലക്കിടാൻ തയ്യാറാകുകയാണ്. എങ്കിൽ ഈ പോരാട്ടം എന്തെന്ന് ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം. ഒന്ന്, അവന്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കി. ആത്മലോകത്തിൽ അവന്റെ ഉത്ഭവം യാഥാർത്ഥ്യമാണ്. കെരൂബ് വർഗത്തിൽപ്പെട്ട ദൂതന്മാരിൽ വീഴ്ച പറ്റിയവനാണ് അവൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്തയിൽ
നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ അവന്റെ പൊസിഷൻ. എഫേസ്യർ 2:1 വാക്യം ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആകാശത്തിലെ അധികാരിക്കും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന്റെ അതിർത്തി മേഖല മുതൽ അവൻ കൈകാര്യം ചെയ്യുകയാണ്. അനുവാദം കിട്ടിയാൽ ദൈവസിംഹാസന സ്ഥലത്ത് കയറി ചെല്ലാൻ അവൻ അവസരമുണ്ടാകും. അതാണ് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അനുവാദം കിട്ടിയാൽ മനുഷ്യ ശരീരത്തെ കൊല്ലാൻ അവൻക്ക് അനുവാദമുണ്ടാകും. പ്രകൃതി ശക്തികളെ ഉപയോഗിക്കാൻ അവൻ അനുവാദമുണ്ടാകും. ഇയ്യോബിന്റെ ആട്ടിൻപറ്റത്തെ ആകാശത്തിൽ നിന്ന് തീയിറക്കി കത്തിച്ച് ചാമ്പലാക്കിയത് ഏത് ശക്തിയാണ്? മരുഭൂമിയിൽ നിന്ന് ഒരു കാറ്റ് ഇയ്യോബിന്റെ മക്കൾ പാർത്ത വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുമ്പോൾ ആ കാറ്റിന് മറ്റൊന്നും പ്രതിരോധം സൃഷ്ടിക്കാതെ നേരെ അവിടെ എത്തത്തക്ക വിധത്തിൽ ആ കാറ്റിനെ നിയന്ത്രിച്ച ശക്തി ഏതാണ്? ദൈവമക്കൾ തിരിച്ചറിയുക. ദൈവിക പദ്ധതിക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ആകാശത്തെ ഉൾപ്പെടെയുള്ള പ്രപഞ്ച ശക്തികളെ ഉപയോഗിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി സകലത്തെയും സകലനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാഗപീഠം കത്തിച്ചാമ്പലായില്ലേ? ആ തീ ഇറക്കിയത് ആരാണ്? ശലോമോന്റെ പ്രാർത്ഥനയിൽ ഈ തീ ഇറക്കിയത് ആരാണ്? ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രകൃതി ശക്തികളെ പോലും ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധം അവന്റെ പ്രവർത്തനം പ്രബലമായി നടക്കുകയാണ്. അവന് ഇപ്പോഴത്തെ ആസ്ഥാനം ആകാശമണ്ഡലമാണ്. ഇനിയും ഗ്രഹിക്കേണ്ടത് അവന് സുസജ്ജമായ ഒരു രാജ്യമുണ്ട്. ഈ രാജ്യം പ്രബലമാണ്. ഈ മേഖല അതിന്റെ നിയന്ത്രണത്തിലാണ്. ഇവന് ഗൗരവമേറിയ തന്ത്രങ്ങളുണ്ട്. തന്ത്രങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രാധാന്യം വഞ്ചനയിൽ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അവനെതിരെയുള്ള അധികാരം. ലൂക്കോസ് 10:10 വാക്യം, യാക്കോബിന്റെ ലേഖനം 4:7 വാക്യം, 1 യോഹന്നാൻ 3:8 വാക്യം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഭാഗമാണ്. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഇവരെതിരെ നമ്മുടെ അധികാരം അസാധാരണമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യം വേഗം വായിച്ചാട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ ദൂത് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെതിരെയുള്ള അധികാരം ഇത്ര പ്രബലനാണ് അവൻ. പക്ഷെ അവനെതിരെയുള്ള അധികാരം ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം സഭയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പി കൈസരിയിൽ വെച്ച് യേശു ക്രിസ്തു സഭ എന്ന നിത്യസത്യം സംസാരിക്കുമ്പോൾ മത്തായി 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആ വാക്യത്തിൽ തന്നെ വ്യക്തമാക്കുന്നു, സാത്താന്യ ശക്തികളുടെ മേലുള്ള അധികാരം പത്രോസിനോട് ബന്ധപ്പെട്ട് കൈമാറ്റം ചെയ്യുന്നതായി അവിടെ ഒരു വ്യക്തത വരുന്നുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്നാൽ ഈ വേദഭാഗത്തിൽ വരുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, ഒരു ദിവസം ദൈവത്തിന്റെ ദൂതന്മാർ ഈ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു. എന്നാൽ അതിനു മുൻപ് ഈ ഭൂമിയിൽ വസിക്കുന്ന ദൈവമക്കൾക്ക് ഇവനെ ബന്ധിക്കാനുള്ള അധികാരം കർത്താവ് ആത്മാവിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് എഫേസ്യർ 6:10 വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും മത്തായി 12:25 കർത്താവ് ആ വിഷയം ഓർപ്പിച്ചിട്ടുണ്ട്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർ ചെയ്യുവാൻ
കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അവനിലും ബലവാനായവൻ വന്ന്, അപ്പോൾ ബലവാന് പിടിച്ചു കെട്ടാനുള്ള അധികാരം ഒരു ദൈവവൈദ്യന് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം. തിരുവഴുത്ത് 70 പേർ ഈരണ്ടീരണ്ടായി പോയി ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിച്ചു മടങ്ങി വരുമ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം എന്താ? ഇവർ അധികാരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താന്യ ശക്തികൾ ബന്ധിക്കപ്പെടുകയാണ്. സാത്താന്യ ശക്തികളെ ബന്ധിക്കുക, ഇത് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന പദവിയാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? സാത്താന്യ ശക്തികളെ ബന്ധിക്കാൻ ദൈവം എനിക്ക് പദവി നൽകി തന്നിട്ടുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി ലൂക്കോസ് 13:11 മുതൽ കൂനിയായ ഒരു സ്ത്രീയെ വിടുവിച്ച യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. സാത്താൻ കഴിഞ്ഞ 18 വർഷം ബന്ധിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ യേശു അഴിച്ചുവിടുന്നെങ്കിൽ ബന്ധിക്കാൻ ഉള്ള അധികാരം അഥവാ കെട്ടാൻ ഉള്ള അധികാരം പൗലോസ് എഫേസോസിൽ വെച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. എന്താണെന്നതിന്റെ അർത്ഥം? ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കയ്യിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിലും അത് അമർത്തുമ്പോൾ ടിവിയിൽ ചാനൽ മാറുന്നത് പോലെ അതിന്റെ നിയന്ത്രണം റിമോട്ടിലായിരിക്കുന്നത് പോലെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു എന്നതാണ്. എങ്കിൽ ആത്മാവിന്റെ നിയന്ത്രണത്താൽ സാത്താന്യ ശക്തികളെ ബന്ധിക്കാൻ ഒരു ദൈവവൈദ്യന്റെ ദൈവം അധികാരം തന്നിരിക്കുന്നു. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ അവരുടെ അനുഭവക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു പ്രത്യേക മേഖലയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ആയിരിക്കുന്ന സമയം ആ മേഖലയിൽ ഒരു നിരീശ്വരവാദി പ്രസ്ഥാനം അതിശക്തമായ ഒരു പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. അതോടുകൂടെ സഭയുടെ അനുഗ്രഹീതരായ ചില പ്രിയപ്പെട്ടവർ ആ മേഖലയിലേക്ക് യാത്രയായി. സഭയുടെ ശക്തി ക്ഷയിക്കുന്നത് പോലെ തോന്നി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അന്തരീക്ഷം. അവരുടെ ടീം ഒരു പ്രമുഖമായ കമ്മിറ്റി രൂപീകരിച്ചു. ഒരു ചന്തസ്ഥലം വാടകയ്ക്കെടുത്ത് പ്രസംഗ പരമ്പര സംഘടിപ്പിച്ചു. ആ സഭാ ശുശ്രൂഷകൻ മനസ്സിലാക്കി, ഇതിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തിയുടെ പോരാട്ടമുണ്ട്. അദ്ദേഹം സഭായോഗം കഴിഞ്ഞ് വൈകിട്ട് വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി. ഈ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനാണ് ഉദ്ദേശം. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. യേശുവിന്റെ രക്തത്തെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടിക്കൊണ്ട് ആരാധന തുടങ്ങി. ഒരുമിച്ച് ചേർന്ന് ദൈവജനം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന പൈശാചിക താവളങ്ങളെ ഞങ്ങൾ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എല്ലാ വിശ്വാസ സമൂഹവും ഈ പ്രാർത്ഥനയുടെ ചുമതല ഏറ്റെടുത്തു. എന്തിന്? ഇത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ കാര്യാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യാലോചനയിൽ ഒരു ആഭ്യന്തര ഭിന്നതയുണ്ടായി. ഒടുവിൽ സാമ്പത്തിക ക്രമക്കേട് നിമിത്തം പോലീസിൽ പരാതി എത്തി. പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഈ ടീമിന്റെ പ്രധാന നേതാവ് മയക്കുമരുന്ന് കൈവശം വെച്ചിരിക്കുന്നത് കണ്ടെത്തി. ദിവസങ്ങൾക്കുള്ളിൽ അതിഗൗരവമേറിയ മയക്കുമരുന്നിന്റെ പ്രവർത്തനത്തിന് അയാളെ തൂക്കിലിടാൻ ഗവൺമെന്റ് വിധിച്ചു. ആ ചന്തയിൽ, ആ പൊതുസ്ഥലത്ത് ഇത്തരം ഒരു പരിപാടികളും ഇനി അനുവദിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എത്രയോ സംഭവങ്ങൾ. പ്രാർത്ഥിക്കാൻ ഒരുപറ്റം ദൈവമക്കൾ തയ്യാറായാൽ ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന സാത്താന്യ താവളങ്ങളെ ബന്ധിക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ അധികാരം വ്യാപരിക്കുന്നു. ഒരു സഹോദരി, ദൈവത്തിന് സ്തോത്രം, അനുഭവക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന രംഗം ഓർക്കുന്നു. ശരീരത്തിൽ അധിവസിച്ച ഒരു ദുരാത്മബാധയെ സംബന്ധിച്ച് അവൾ ആവർത്തിച്ച് കാണുകയാണ്. പാമ്പ് തന്നെ ചുറ്റി വരികയാണ്.
അങ്ങനെ ഇരിക്കെ ഒരു ആത്മീയ കൂടിവരവിൽ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ രക്തത്തെ പ്രകീർത്തിക്കുന്ന ഗാനമുയരുന്നു. പെട്ടെന്ന് അവൾ ബോധരഹിതയായി നിലത്ത് വീഴുന്നു. ഒരു പാമ്പിഴയുന്നത് പോലെ അവൾ ഇഴയുകയാണ്. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടുപ്പൂരി മാറ്റുന്നത് പോലെ ഒരു ശക്തി ആ ശരീരത്തിൽ നിന്ന് പറന്നു പോകുന്നു. അവൾ സ്വതന്ത്രയായി എഴുന്നേൽക്കുന്നു. ഈ അടുത്ത ഇടയ്ക്ക് സൈറ്റൻ വർഷിപ്പിനോട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം കേൾക്കുകയുണ്ടായി. ആ സാക്ഷ്യത്തിൽ ഈ പറയുന്ന ആൾ യുവാവായിരിക്കുന്ന സമയം അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചിലവിനോട് ബന്ധപ്പെട്ടും തന്റെ വ്യക്തി ജീവിതത്തിലും കുറച്ച് പണം ആവശ്യമായി വന്നു. വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയം താൻ സൈറ്റനിക് വർഷിപ്പിൽപ്പെട്ട ഒരാളുമായി കണ്ടുമുട്ടാൻ അവസരമുണ്ടായി. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് സാമ്പത്തികം ആവശ്യമുണ്ടോ? സാത്താനോട് പ്രാർത്ഥിക്കൂ, പക്ഷേ ക്ഷണിക്കാതെ ലൂസിഫർ വരികയില്ല. അയാൾ സൈറ്റനിക് വർഷിപ്പിലെ ഒരു രഹസ്യം പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഇരുട്ടുള്ള സ്ഥലത്ത് ചെല്ലണം. ഒരു വെള്ള പേപ്പറിലേക്ക് താങ്കളുടെ വിരൽ അല്പം മുറിച്ച് ചോര കൊണ്ട് ലൂസിഫറെ, എന്നെ ഞാൻ അങ്ങയ്ക്ക് അടിമ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം ആവശ്യം പറയണം. നിങ്ങളുടെ കാര്യം സാധിക്കും. എന്തായാലും വെറുതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് ഇയാളത് പരീക്ഷിച്ചു. രാവിലെ സമയം കണ്ണ് തിരുമ്മി ഉണർന്നതും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു തുക മറ്റൊരു വഴിയിലൂടെ അദ്ദേഹത്തെ തേടി കൊടുക്കത്തക്ക ഒരു പ്രതിഭാസം ഉണ്ടായി. ഇദ്ദേഹം ഇതുമായി തന്റെ ഉപദേശകൻ പറഞ്ഞതനുസരിച്ച് ഇരുട്ടുമുറിയിൽ കയറി ലൂസിഫറിനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെവിയിൽ മുഴങ്ങുന്നത് പോലൊരു ശബ്ദം, ഇന്ന് വൈകിട്ട് ഇന്ന സമയം നഗരത്തിലെ വിജനമായ സ്ഥലത്തെത്തുക, എനിക്ക് നിന്നെ കാണേണ്ടതുണ്ട്. ഇയാളുടെ ചെവിയിൽ മാറ്റൊലിക്കൊള്ളുന്നത് പോലെ മുഴങ്ങുകയാണ്. ഇയാൾ വെറുതെ പോക്കറ്റിൽ പിസ്റ്റൽ തിരികി നേരെ ഈ പ്രതലത്തോട്ട് ചെന്നു. ഒറ്റപ്പെട്ടൊരു വിജന സ്ഥലം. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്റെ കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച, അതൊരു ഹാലൂസിനേഷൻ ആയിരിക്കാം, കാണുകയാണ്. കഴുത്തിന് താഴോട്ട് മൃഗരൂപവും കഴുത്തിന് മുകളിലോട്ട് മനുഷ്യപ്രകൃതിയുമുള്ള ഒരു അതേ വിഭിൻസ രൂപം തന്റെ കൺമുൻപിലേക്ക് അടുത്തു വരികയാണ്. അപ്പോഴേക്കും താൻ നിറയൊഴിച്ചു. വല്ലാത്തൊരു ഭയം ബാധിച്ചു. ഇത് താൻ കൂടുതൽ ആരോട് പങ്കുവച്ചില്ല. പക്ഷേ അധികം താമസിക്കാതെ ഇദ്ദേഹം ബലഹീനനായി. അദ്ദേഹത്തിന്റെ തൊലി ചുക്കിച്ചുളുങ്ങി. അദ്ദേഹത്തിന് നരബാധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം വളരെ അസ്വസ്ഥമായി. യാതൊരു കാരണവുമില്ലാത്ത രോഗാവസ്ഥ തന്നെ ബാധിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒരു പെന്തക്കോസ്ത് യോഗം നടക്കുമ്പോൾ ആ യോഗത്തിലെ ആരാധനയ്ക്കിടയിൽ ഇടയിലോട്ടൊന്ന് കയറി ചെന്നതാ. കയറി ചെന്നിരിക്കുന്ന സമയം യേശുവിന്റെ രക്തത്തെ പ്രകീർത്തിക്കുന്ന പാട്ടുയരുമ്പോൾ അദ്ദേഹം പറയുന്നു, കൂടയ്ക്കകത്ത് കിടന്ന് പാമ്പ് പിടയ്ക്കുന്നത് പോലെ തന്റെ നെഞ്ചിനകത്ത് എന്തോ പെരുമ്പറ മുഴക്കുന്നത് പോലെ തോന്നി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താഴേക്ക് വീണു. വിശ്വാസികളുടെ ആരാധനയ്ക്ക് നടുവിൽ ഒരു പാമ്പിഴയും പോലെ ഇഴഞ്ഞു. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരം വിട്ട് ആ ദുരാത്മശക്തി പുറത്തുപോയി. അദ്ദേഹത്തിന് ആരോഗ്യം മടക്കി കിട്ടി. മനസ്സിന്റെ സമനില തിരിച്ചെത്തി. സമചിത്തത മടങ്ങി വന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാത്താന്യ ശക്തികൾക്കെതിരെ ഇതിനെ ബന്ധിക്കാൻ ഉള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ നാവിൻ തുമ്പിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് തിരിച്ചറിയുക എന്നതാണ്. തിരിച്ചറിയുക. ഏതൊരു നുഴഞ്ഞു കയറി ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച സാത്താന്റെ പ്രവൃത്തിയെ ആദിമ കുടുംബം തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തോട് ആശയവിനിമയം ചെയ്യുവാൻ ഇതര ജീവികൾക്ക് കഴിവുണ്ടായിരുന്നു എന്നതാണ് ഹൗവ പാമ്പുമായി സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെടാതിരുന്നത്. നിങ്ങൾ വീട്ടിലോട്ട് ചെന്ന് നിങ്ങളുടെ വീട്ടിലെ പട്ടിയെ കാണാൻ കൂട്ടിലോട്ട് ചെല്ലുമ്പോ പട്ടി വാ പൊളിച്ച് വർത്താനം പറയാൻ തുടങ്ങിയാൽ, തൊഴുത്തിലോട്ട് ചെല്ലുമ്പോ പശു എപ്പോഴാ വന്നേ, കുറച്ചുനാളായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അവിടെങ്ങാണ് നിങ്ങൾ നിൽക്കുമോ? ഓടും. എന്നാൽ എന്നെ ഔവാമ്മച്ചി ഓടാഞ്ഞത്, വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തിന് മൃഗജാലങ്ങളോട് സംസാരിപ്പാൻ ആദിമ മാതാപിതാക്കൾക്ക് കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പ് സംസാരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിയാൻ ആദിമ കുടുംബത്തിന് കഴിഞ്ഞില്ല. എന്നാൽ യേശു ഉപവസിച്ച് കഴിഞ്ഞ് അടുത്തു വന്നതിന്റെ പുറകിൽ നിൽക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ യേശുവിന്റെ കണ്ണു തുറന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ പോരാടുന്ന അദൃശ്യ ശക്തിയെ ഇന്ന് രാത്രി തിരിച്ചറിയാൻ ആത്മമണ്ഡലത്തിൽ കണ്ണു തുറക്കണം. 2, നമ്മൾ ഇത് മുഖാന്തരം പേടിച്ചു വിരളുകയല്ല. പിന്നെന്താ? നാം വാക്യം കണ്ണടച്ച് ആത്മാവിൽ പറയണം. എന്താ? യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ വാ തുറന്ന് പറയാൻ പറ്റുമോ? ഒരു ക്ഷുദ്രപ്രയോഗത്തിനും, ഒരു മന്ത്രവാദത്തിനും, ഒരു ആഭിചാരത്തിനും, ഒരു ഏലത്തിനും, ഒരു തകിടിനും, ഒരു ദുർമൂർത്തിയുടെ ശക്തിക്കും ബന്ധിക്കാൻ കഴിയാത്ത അധികാരമാണ് എന്റെ പുറകിൽ വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിക്കത്തക്ക വിധം അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ കാവൽ മാലാഖമാർ ശക്തരാണ്, എന്റെ കർത്താവ് ബലമുള്ളവരാണ്. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. 3, അദൃശ്യ തലത്തിലെ പോരാട്ടത്തെ ആത്മാവിൽ നേരിടാൻ നിന്റെ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കണം. വാ പൂട്ടി മൗനമായിരുന്നു ഉറങ്ങുകയല്ല. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, അവിടുത്തെ രക്തത്തിന്റെ ശക്തി, അവിടുത്തെ വചനത്തിന്റെ ശക്തി, നിന്റെ ആത്മീയ ആയുധം ഉപയോഗിക്കണം. തീർന്നില്ല. ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തുതിയുടെ പവർ ഉയരണം. അപ്പോൾ തന്നെ ഇരിക്കുന്നത് 4 പേരെ ഉള്ളെങ്കിലും 2 പേരെ ഉള്ളെങ്കിലും ഐക്യതയുടെ സ്പിരിറ്റ് വ്യാപരിക്കത്തിൽ നിങ്ങൾക്കെതിരെ ഉയരുന്ന ആ പ്രതിസന്ധിയെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നാം ആത്മാവിൽ ബന്ധിക്കുന്ന രാത്രിയാകട്ടെ. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്നത് ഹോളിൽ അല്ലെങ്കിൽ ചർച്ചിൽ അല്ലെങ്കിൽ വീട്ടിൽ കസേരകളിലാണെങ്കിലും നിങ്ങളുടെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന അദൃശ്യ ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നെന്ന് പറയാൻ നിങ്ങളുടെ നാവിൽ ബലം വ്യാപരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൃശ്യമായ ചില വിടുതൽ ഈ ആത്മീയ പോരാട്ടത്തിൽ ചില കരങ്ങളുടെ മേൽ പകരാൻ തുടങ്ങുന്ന രാത്രിയാണ്. യാബോക്ക് കടവിങ്കൽ യാക്കോബ് സകലത്തെയും അപ്പുറം കടത്തിയതിനു ശേഷം ഏകനായി മൽപ്പിടുത്തം നടത്തിയതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ നാവിൽ ആ മൽപ്പിടുത്തത്തിന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. പർവ്വതത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന കരത്തിൽ നിന്നും പാളയത്തിലേക്ക് മോശയുടെ കരത്തിൽ നിന്നും ദൈവശക്തി വ്യാപരിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഇന്ന് രാത്രിയിൽ ഈ പോരാട്ടത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി പകർന്നിറങ്ങിയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പുറകിൽ ദൈവപ്രവൃത്തി പറന്നിറങ്ങട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ ഞാൻ ചില പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുന്നു. രാത്രിയിൽ ഉറക്കം കെടുത്തി, പകലിൽ സ്വസ്ഥത കെടുത്തി,
അർദ്ധരാത്രിയുടെ ഏകാഗ്രതയിലെ ഉറക്കം പോലും തകർത്ത് വാദിക്കുന്ന ചിലതിന്മേൽ എനിക്ക് ജയം വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളിൽ ആയിരിക്കുന്നവരുടെ മേൽ ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ. നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഈ സദസ്സിനെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.